ഇത് ജോമെട്രീനെ ബേസ് ചെയ്ത് ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇൻ ദ ഗീവൺ ഫിഗർ എ ഡി പെർപെൻഡിക്കുലർ ടു ബി സി. എ ഡി ബി സിക്ക് പെർപെൻഡിക്കുലർ ആണ്. അതുപോലെ തന്നെ എ സിയുടെ വാല്യൂ 26 ഓക്കെ. ദെൻ സി ഡി 10. സി ഡി 10. അതുപോലെ തന്നെ ബി സി 32. ബി ടു സി 42. അങ്ങനെയാണെങ്കിൽ ബി ടു ഡി 32 ആയിരിക്കുമല്ലോ. അത് നമുക്ക് അവിടെ നിന്ന് പറയാം. ദെൻ ഡി എ എക്സ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ആംഗിൾ ബി വൈ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. നമ്മുടെയൊക്കെ പറഞ്ഞിരിക്കുന്നത് 6 കോസ് എക്സ് മൈനസ് 5 കോസ് വൈ പ്ലസ് 8 ടാൻ വൈ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് രണ്ട് ട്രയാങ്കിളിലെയും സൈഡുകൾ തിരിച്ചറിയണം. അപ്പോൾ ഞാൻ ആദ്യത്തെ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ 26, 10, അതായത് ട്രയാങ്കിൾ എ സി ഡി. ഇതിനെ ഞാൻ സിംപ്ലസ്റ്റ് റേഷ്യോയിലാക്കി കഴിയുമ്പോൾ തന്നെ എനിക്കൊരു ട്രിപ്ലറ്റ് വരും. അതായത് 5ഉം 13ഉം വരും. സോ മറ്റ് സൈഡ് ട്രിപ്ലറ്റ് അനുസരിച്ച് 5, 12, 13 ആയിരിക്കും. സോ ഇത് 12 ആയിരിക്കും. ഇവിടെ 5x2 13x2. സോ ഇവിടെയും മൂന്നാമത്തെ സൈഡ് 12x2 ആയിരിക്കും. അതായത് 24 ആയിരിക്കും. അപ്പോൾ ഈ ഒരു സൈഡ് 24 എന്ന് പറഞ്ഞു കിട്ടും. ഈ ഒരു സൈഡ് 24 എന്ന് പറഞ്ഞു കിട്ടും. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ട്രയാങ്കിൾ നോക്കാം. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഇത് 24, ഇത് 32. അപ്പോൾ ഞാൻ 24, 32ൻ്റെ ഫ്രാക്ഷൻ സിംപ്ലസ്റ്റ് ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 6 വെച്ച് കട്ട് ചെയ്യാം. 6 അല്ല 8 വെച്ച് കട്ട് ചെയ്യാം. 8x3 24. ഇത് 8x4 32. സോ ട്രിപ്ലറ്റ് അനുസരിച്ച് മൂന്നാമത്തെ സൈഡ് വരാൻ പോകുന്ന 5 ആയിരിക്കും. 3, 4, 5 ട്രിപ്ലറ്റ്. സോ മൂന്നാമത്തെ സൈഡ് വരാൻ പോകുന്ന 5 ആയിരിക്കും. ഇത് 8x3 ഇത് 8x4. സോ ഇത് 8x5 ആയിരിക്കും. 40 ആയിരിക്കും. സോ ഇതിൻ്റെ വാല്യൂ 40 ആയിരിക്കും. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അടുത്ത 6/cos x ആണ് ചോദിച്ചിരിക്കുന്നത്. 6/cos x. ഓക്കെ, cos x എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 24/26. സോ അത് മുകളിലോട്ട് പോകും. മൈനസ് അടുത്തത് 5 cos y ആണ്. 5 cos y. ഓക്കെ, 5 cos y അഡ്ജസൻറ്റ് സൈഡ് 32 ആണ്. 40 നമുക്ക് ആക്ച്വലി വേണമെങ്കിൽ ഈ 32, 40 ഒന്നും എടുക്കാതെ ഡയറക്റ്റ് ഈ ഫ്രാക്ഷൻ തന്നെ ഇതിൽ ഇട്ട് കൊടുക്കാം. കാരണം കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ആയിട്ട് കിട്ടുമല്ലോ. അപ്പോൾ വേണമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാം. കാരണം ട്രിപ്ലറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ എടുത്താൽ മതി. കാരണം നമുക്ക് ഇപ്പോൾ നേരത്തെ കണ്ടതിൽ 26/24 അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 13/12 വരുമല്ലോ. അത് തന്നെ ഇവിടെ ഇൻപുട്ട് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ 4/5 ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ സെയിം തന്നെ കിട്ടും. പ്ലസ് 8 ടാൻ വൈ. 8 ടാൻ വൈ അതായത് 24/32. 24/32 എന്ന് പറയുമ്പോൾ 3/4. ഓക്കെ, ഇനിയാണെങ്കിൽ നമുക്ക് കാൽക്കുലേഷൻ കുറച്ച് കട്ട് ചെയ്യാവുന്നതെല്ലാം കട്ട് ചെയ്ത് കളയാം. ഓക്കെ, 13/12. ഇവിടെയാണെങ്കിൽ 25/4. ഓക്കെ, ഇവിടെ ഞാൻ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെയും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ട് 26 മൈനസ് 25/4 എന്ന് പറഞ്ഞ് കിട്ടും. ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ 6 എന്ന് പറഞ്ഞ് കിട്ടും. സോ 6ഉം 1/4 ആയിരിക്കും അതിൻ്റെ ആൻസർ. അല്ലെങ്കിൽ 6.25 ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട്.